ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ സ്കൂട്ടി വാങ്ങീനി, അതേപോലെ തന്നെ ടി വി വാങ്ങീനി. അതിൽ സ്കൂട്ടി ഇവിടെ അല്ല, സ്കൂട്ടിന്റെ സീറ്റിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തേക്കാണ്. അതിന്റെ ലോക്ക് ശരിയാക്കാനുണ്ട്. അപ്പൊ അതിന്ന് ശരിയാക്കി തരാൻ പറഞ്ഞേക്കണേ. പക്ഷേ എങ്കിൽ ടി വി ഗൈസ് നമുക്ക് വെക്കാനൊരു സ്ഥലമല്ല ഇനി. അപ്പൊ ആ സ്ഥലത്തിന് വേണ്ടി നമ്മളിങ്ങനെ തപ്പി നടക്കുകയാണ്. എവിടെ വെക്കും നമുക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടി വി ഉണ്ടായിന് എവിടെ വെച്ച് കഴിഞ്ഞാല് ഇവിടെയാണ് നമ്മൾ ടി വി ഉണ്ടായിന്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് ടി വി ഉണ്ടായിന്. പഴയ ടി വി അതിന്റെ മുകളിൽ എടുത്ത് വെച്ചാണ്. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ ടി വി കേട്ടോ. നമ്മൾ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന ടി വി ആണ്. ഇന്നലെ ആ വീഡിയോ കാണാത്തവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓഫറിൽ കിട്ടിയപ്പോ വാങ്ങിയാണ്. കുറഞ്ഞ റേറ്റിൽ കിട്ടിയതാണ്ടോ. അതുകൊണ്ടാണ് നമ്മളത് വലിയ ടി വി വാങ്ങി. അതിന് നിങ്ങൾ പറയില്ലേ, കുറെ നാളുണ്ടാവും വലിയ ടി വി വാങ്ങി, വലിയ ടി വി വാങ്ങിയത്. ഈ ഒരു ചെറിയ പെരിക്ക് എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ ടി വി വാങ്ങിയെന്ന് ചില ആൾക്കാർ അങ്ങനെ പറയും. അപ്പൊ ഗൈസ്, അമ്മ പഴയ ടി വി കാണിച്ചു കൊടുത്താ. പഴയ ടി വി പറഞ്ഞാൽ ഗൈസ് നമുക്ക് വെക്കാന് കറക്റ്റ് സ്ഥലമാണ് കേട്ടോ ഇവിടെ. പക്ഷെ എങ്കിൽ പുതിയ ടി വി പറഞ്ഞു കഴിഞ്ഞാല് എവിടെ വെക്കണ്ടെന്ന് അറിയില്ല നമുക്ക്. പഴയ ടി വി കേടുന്നത് അതിമൂടെ വെള്ളം ചിന്തിയിട്ടാണ്. അപ്പൊ അതേപോലെ ഈ പുതിയ ടി വി വന്നു കഴിഞ്ഞാല് ഇനി ടി വി വാങ്ങാൻ നമ്മുടെ അടുത്ത് പൈസ ഇല്ല. ഇനി ടി വി കേടുന്ന അവിടെ ടി വി വാങ്ങൂല. ഇമ്മ വെള്ളം കൂട്ടി തുടച്ചു. ഇമ്മ തുണി നനച്ചിട്ട് ഉമ്മ വെള്ളം കൂട്ടിയിട്ട് ടി വി തുടച്ച് അത് നാസാക്കി. ഇതാണ് നമ്മളെ പഴയ ടി വി. ഇതൊന്ന് വെച്ചാ ഇത് 32 ഇഞ്ച്. നന്നായി. 43 ഇഞ്ച്. അത് നോക്കട്ടെ, വെച്ച് പോയിക്കാം. പൈസ അതിന്റെ വലിപ്പ വ്യത്യാസം കണ്ടെങ്കിൽ ഇതൊന്നും വാങ്ങി ഏകദേശം എത്രയാ? 10-12 നല്ല വ്യത്യാസം ഉണ്ട്. പിടിച്ചേരാ, വലുതല്ല വാണ്ടി അല്ലേ? നല്ല വലുതെന്ന് നമ്മളെ ഓഫറിലാണ്. എന്നിട്ട് ഈ ടി വി നന്നാക്കാൻ പോയിക്കണ് 6500 ഉറുപ്പിക എടുത്തിട്ട്. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം ആ റേറ്റിന് പുതിയൊരു ടി വി കിട്ടും. സത്യം. അത് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പോലും വിളിച്ചു പറഞ്ഞു ഇത് നന്നാക്കാൻ പറ്റൂലെന്ന്. പിന്നെ നമ്മള് ഇന്നലെ അവിടെ പോയി ഷോപ്പിൽ പോയി അന്വേഷിച്ചപ്പോ 8,500 ഇത്ര വലിയ ടി വി. ഇതാകുമ്പോ നമുക്ക് പുതിയ ടി വി ആണ്. പക്ഷെ എങ്കിൽ കേടല്ല. അതാണ് സാധാരണ ഇത്ര പോകുന്ന ടി വിക്കൊക്കെ 10,50,000 ഉറുപ്പിക വരും. കേടന്ന് 1 വർഷം മാറുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇതാക്കി തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാഹ പറഞ്ഞ ഒറ്റ കയറി. ഓക്കെ, ഇതൊന്നല്ല ഇവിടെ മെയിൻ പ്രശ്നം. ഇത് വെക്കാനൊരു സ്ഥലമല്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. എവിടെ വെക്ക പറയും പോലെ ഞങ്ങള് വെക്കാൻ വിചാരിച്ചിരിക്കണ എവിടെയോ ഇവിടെ ആണി അടിച്ചിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ഇതിലിങ്ങനെ വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അതായത് ഇപ്പൊ അവിടെ ജനലല്ലേ, ആ ജനൽമ ഇതാക്കലടക്കല്ലേ. അപ്പൊ പലക എന്താണ് പലകടാ കത്തി മോണ്ട പലക വെച്ചിട്ടാക്കാനാ. പലക ഉണ്ട് നമ്മളെ പണ്ടത്തെ എന്താ പറയാ ബെഞ്ചിന്റെ കണ്ടാണത്. എവിടെ നമ്മളെ ആണി കൊണ്ട് മുറിച്ചിവിടെ ശരിയാക്കി വെച്ചിനി. ആണി കൊണ്ട് കത്തി കൊണ്ട് മുറിച്ചിട്ട് ഇവിടെ ശരിയാക്കി വെച്ചിനി. ഇനിയിപ്പോ ടൈം അടിച്ചു നോക്കിട്ട് ഗൈസ്, ഇത് വെറും പരീക്ഷണാണ്. നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആയിനി. ഓക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇനി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാ മമ്മ ഹാപ്പി ആയി എന്ന് പറയാട്ടോ. വീണ് കഴിഞ്ഞാൽ കമ്പനി അറിയില്ലേ. ഗൈസ് നോക്ക്, ഒരു കത്തി എടുത്തോണ്ട് ഞാൻ വന്നപ്പോ എല്ലാം തല തിരിഞ്ഞിട്ടാണ് ഇവിടെ. അത് ഇവിടെ അങ്ങനെ ഉണ്ടാവുള്ളടാ. നമ്മള് കത്തിരി തുറന്നാണ്ട് ഇവിടെ എല്ലാം തുണി മുറിച്ചുണ്ടോ. ഇവിടെ എല്ലാം തുണി മുറിച്ചാണ്ട് ഒഴിവാക്കി. എവിടെ മാറ്റി ഒഴിവാക്കിയേ? ഡിലീറ്റ് ആക്കി എടുത്ത് എവിടെ മമ്മാന്റെ അല്ലേ നേരത്തെ കൊടുത്തീന്? എവിടെ അതിലുണ്ടല്ലോ. ആണിപ്പോ പോയിട്ട് വാങ്ങിക്കൊണ്ടതാണ്. ഞങ്ങളൊരു കമ്പി കണ്ട മാറ്റിച്ചിനി. ഏതാണ് ഇവിടെ ഉണ്ടോ? ഇവിടെ ഒന്നും കാണാനല്ല. എങ്ങനെ മാമ ഇവിടെ മുറിച്ചോട്ടുണ്ടാവാം. ഞാൻ തിരില്ലാലോ. അടുക്കളയിൽ കൊണ്ടുവച്ചു നോക്കിമ്മ. ഞാൻ കാട്ടിത്തരാം. ആന്ന് പറഞ്ഞാണ് പോകണ്ടേ. ആട്ടെ അറ്റൻറ്റ്. എവിടെ ഏതല്ലേ അതാണോ? അതെങ്ങനെ ഇവിടെ എത്തിയേ? നടന്നു വന്നോ? അതന്നെയാണ്. അല്ല അതെങ്ങനെ എത്തിയാർന്നെ? എങ്ങനെ നടന്നു പോയോ? ഞാൻ കൊണ്ടുവച്ചിട്ടില്ല അമ്മ. അപ്പൊ പിന്നെ ആരാ കൊണ്ടേ? മുട്ടിണ്ട്. അതിന്റെ ഇപ്പൊ എന്തിനാ കൊണ്ടുപോണ്? ഇതാണ് ഗൈസ്, ഒരു സാധനം വെച്ചെടുത്ത് കാണൂല, ഒക്കെ എടുത്താണ് കൊണ്ടുപോകും. എന്നിട്ട് നമ്മളെ പേർക്ക് കുറ്റോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇതാക്കാനാ. ഏത് പച്ചേ? പച്ചൊന്നല്ല, സാധാ ആണി. പാത്രത്തില് വാസറാളുണ്ട്. അടുത്തുണന്നാണി
വളവുണ്ടോ? വളവില്ല പോലെ തോന്നുന്നു. ഞാനിപ്പൊ ആണികള് വാങ്ങിക്കൊണ്ടെന്നില്ലേ പഠിച്ചോനെ, ഞാൻ ഈ മറ്റേ ABC എടുത്താണ്ട് പഠിപ്പിച്ചേണ്ടി വരുമല്ലോ. ഇതിനൊക്കെ ഖുറാൻ ക്ലാസ് എടുത്ത് കൊടുക്കണ്ടേ? ഒരു സാധനം എടുക്കാൻ പറഞ്ഞ ഞാൻ ഏത് മറ്റേതാണോ അതാണ് ഗൈസ് ഇവിടുത്തെ അമ്മാന്റെ അവസ്ഥ. വാഷർ ഇത് നമ്മുടെ പരീക്ഷണാണ്. ഫസ്റ്റ് പരീക്ഷണം കുഞ്ഞേ ഒരാണി ഇവിടെയും കൂടി തറക്ക്, എന്നിട്ട് ഇങ്ങോട്ടും വളച്ചേക്ക്. അപ്പൊ താനങ്ങൂല. എങ്ങോട്ട്? ഇവിടെ ഒരാണിയും കൂടിയും തറക്ക്. ഇങ്ങോട്ടോ? അങ്ങോട്ട് പോവാൻ ഇപ്പൊ പൊളിഞ്ഞ് കീറോളുണ്ടാവും. നോക്കാം എന്താകോ. ഓക്കെ, പനങ്ങണ്ടാ നമുക്ക് നോക്കി നോക്കാം. ഉണ്ടോ? അവിടെ നോട്ടെ. 2 വെച്ച് അടിച്ചല്ലേ ഒരു സ്ഥലത്ത്. അതാവുമ്പോ ഒന്നുകൂടി സേഫ്റ്റി ആയിട്ട് കിട്ടിക്കോളും. ഗൈസ് ഞങ്ങൾ അതേമാതിരി എവിടെയെങ്കിലും പെരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്താൽ മതി. അതെ, ഓക്കെ. ഫുള്ളി അഡ്ജസ്റ്റ്മെന്റ്. ഇനി ഗൈസ് ഇത് കാണിച്ചു തരാം എങ്ങനെ വെക്കേണ്ടത്. പാത്രം ചുറ്റിക്ക് എടുത്താൽ ഏട്ടാ അവിടെ അടിച്ചാ ഇതുണ്ടോ? അവിടെ ഞാൻ എങ്ങനെ നിക്കത്? അടിച്ചു ആണോ? എത്ര? ഒരു 5-8 അടിച്ചു വെക്കല്ലേ. നിനക്ക് ആദ്യം അളവ് നോക്കിയേ. പണ്ടാരത്തിന് ബെൻഡ് ഉണ്ട്. ആണോ? അളവുണ്ട് ഇനി കുറച്ച് ഇറക്കി വെച്ച് നോക്കുന്ന. ഞാൻ പറയുമ്പോഴേ ആദ്യം ആ ടിവിന്റെ ഇത് മാറ്റി. ഏത് മാറ്റിയെന്ന് നിനക്ക് അവിടെ അങ്ങനെ കണ്ട അതിന്റെ ഡിസ്പ്ലേ തട്ടും. ആണിയുണ്ട് അടിയില്. അത് ലോക്കാണ്, വലിച്ചത്. അതൊരു ലോക്കാണ്, ഒരു ഇന്റർലോക്ക്. പൊട്ടിയോ? പിന്നെ ലോക്ക് പൊട്ടി. നല്ല പിടിച്ചോ, അളവ് നോക്കണം. അപ്പുറത്തേക്ക് വരണേ ഞാന്. അവിടെ കുറച്ച് താഴെ മറ്റേ വളവില്ലാത്തോടത്ത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. നിനക്ക് അവിടുന്ന് അതൊക്കെ മാറ്റിക്കളാം. ആ ചുറ്റിക്ക് ഇതൊക്കെ മാറ്റിക്കളാം. ആ ടേബിളിൽ നിന്ന് എല്ലാ വലക്കുണ്ട് അവിടെ. ചുറ്റിക ഇതിന്റെ അടിയില, ടിവിന്റെ അടിയില. അവിടെ ടിവിന്റെ അടിയൊന്നും തട്ടില്ല കേട്ടോ. ഒരു TV കാട്ടിക്കൂട്ടണ കോലുണ്ട് ഗൈസ്. പിന്നെ TV ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മാനത്ത് പോയി കുത്തിരിക്കേണ്ടി വരുവേ. ആന്ന് ഒരു 5-8 അടിച്ചലാടാ ഞാൻ പറയുമ്പോ. ഇങ്ങോട്ട് ഇളക്കി പോരുമെന്നറിയില്ല, അതാണ്. ഇവിടുത്തെ ജനൽക്കട്ടിക്കൊക്കെ ജനാലിന്റെ പൊളികൾക്കൊക്കെ ഭയങ്കര ഉറപ്പാണ്. അതെ, ജാമ്പോന്റെ കാലത്തിലെ സാധനല്ലേ ഗൈസ്. ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ ചുമരുമ്പൊക്കെ ഇട്ട് അടിച്ചാനാണോലോ. പലകൾക്ക് പേര് ഉറപ്പാണല്ലോ. ഉള്ളൂരല്ലോ ഉറപ്പാ. രാണി അങ്ങനെ വളയണ്. കല്ലുമ തട്ടിക്കാണോ? അടിച്ച വളയുണ്ടല്ലേ ചെറുതായിട്ട്. മറ്റേതപ്പോ കോൺക്രീറ്റ് ആണിയോ പിന്നെ വേണ്ടിയേ? അവനെടുക്കുന്ന സാധനം ഉണ്ടായിട്ടോ ഗൈസ്. കാട്ടിക്കൂട്ടണ കോലാക്കലൊക്കെ എന്തത്. അടക്കേ മേരി മേരി വരും. അത് മതി, അത് മതിയാവും. ബാക്കി ഇനി ഇവിടെ ഒന്ന് അടിച്ചാലോ. കറക്റ്റ് സെന്റർ തന്നെയാണത് ആണോ? ആണ് തോന്നണേ. ഇഞ്ചി അടിച്ചു പോയിക്കാ. അത് നോക്കാം. അത് ഒന്നടിച്ചളാ. അളവ് നോക്കടാ. വളവൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇങ്ങക്ക് കണ്ടിട്ട് വളവുണ്ടോന്ന് പറയണേ. വളവൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു വളവില്ല പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തോന്നല നല്ല വളവുണ്ടേ ഇല്ലേ? ചെറിയൊരു വളവില്ലേ ഗൈസ്? നമ്മള് നോക്കിയ ചെറിയൊരു വളവ് ഇടത്തെ ഭാഗത്തേക്ക് ആണോ? വളവുണ്ടെന്നുണ്ടെങ്കിൽ പെരന്റെ വളവേക്കാണ്, അല്ലെങ്കിൽ എന്റെ വളവ്. 2-4 ഭാഷക്കാരെ അടിച്ചേറ്റ് വെച്ചളാ. നല്ല കൊള്ളുള്ളത്. അയ്യോ, അഞ്ഞിപ്പോ അത് വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വല്യമ്മക്ക് സീരിയല് ഇല്ലേ അമ്മമ്മ? സീരിയൽ അല്ലേ അമ്മമ്മ?
എന്തൊക്കെ ഉണ്ടാക്കാൻ കാണും. ടിവിയിലൊന്നുമില്ല. ടിവിയിൽ എങ്ങനെ ഇതുണ്ടാവണേ? അതൊക്കെ പിന്നെ സെപ്പറേറ്റ് ഇതാക്കലല്ലേ ഒക്കെ കാണുന്നേ. അതെ കാണാനാണ്. സ്ക്രൂവിന് വലിപ്പം കൂടുതലാണ്, അതുകൊണ്ട് വാഷർ ഇട്ടാണ് ടൈറ്റ് ആക്കാണ് ചക്കം. പിടിച്ചാണ് തൂങ്ങിക്കണാക്കണ ഈ മമ്മ. അറിയോ എന്റെ ടി വി അറിയേണ്ടി വരും. പിന്നെ വലിയ ടി വി വിചാരിച്ചാണ് എന്താണ് ഒന്നുമില്ല, ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഒന്നിനും പറ്റൂല ഗൈസ്. അങ്ങനെ ടൈറ്റ് ആക്കി എടുക്കുന്നു. ഒരു സൈഡ് ഓക്കെ, മറ്റേ സൈഡും കൂടി ഇതാക്കി വെക്കട്ടെ ഗൈസ്. വെച്ച് നോക്കാം. അതെ വെച്ച് നോക്കാൻ പോവാണ് ഗൈസ്. മമ്മ വെച്ചോക്കല്ലേ? വളവുണ്ടാവില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? നമുക്ക് നോക്കി നോക്കട്ടെ വളവുണ്ടാവില്ലേ. ഒരു മിനിറ്റ് ഇങ്ങനെയല്ലേ ഞാൻ വിചാരിച്ചു. ആ ഡീൽ ഇതില്ലാത്തോണ്ടേ ഞാൻ പറഞ്ഞില്ല വളവുണ്ടെന്ന്. വളവൊന്നുമില്ല. ഏയ് വളവൊന്നുമില്ല. ഇത് കൈയെടുത്താ ഇത് കൈയെടുക്ക്. അല്ല അത് തൂങ്ങി എന്നാലും കുഴപ്പമില്ലടാ കേട്ടോ. ഇടത്തെ ഭാഗത്തേക്ക് നല്ലൊരു വളവുണ്ടാ. പൊട്ടി മുക്കുവെന്ന് പേടി ആണോ? എന്നാ ചെന്ന് പിടിച്ച് വെച്ചാളന്നാ. താഴെ ഇതില്ലാത്തോണ്ടാക്കിയത് ഗൈസ്. പിന്നെ നമ്മൾ അവിടെ ആ സാധനം ടി വി ഇങ്ങോട്ട് മുമ്പൊക്കെ അങ്ങനെ നിക്കണത്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാണ്, അതായത് വേറൊരു പലകയും കൂടി അതേ ഇതില് ലെവലിൽ ഇങ്ങനെ മുറിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട്. അങ്ങനെ അല്ലടാ? അങ്ങനെ തന്നെ. അതായത് അങ്ങനെ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ ചെരിഞ്ഞ് നിക്കാണ്, താഴത്തേക്ക് ചെരിഞ്ഞ് നിക്കാണ്. അപ്പൊ ആ ചെരിവ് ഒഴിവാക്കാൻ വേണ്ടിട്ട് താഴെയും കൂടി ഒരു പലക അടിച്ചാണ്ട് വെക്കാനുള്ള രീതിക്ക് നോക്കാണ് ഗൈസ്. ഇങ്ങനെ കേട്ടോ ഗൈസ്, നമുക്കിവിടെ ഡ്രില്ലിംഗ് മെഷീനൊന്നും ഇല്ല, കട്ടിംഗ് മെഷീനൊന്നും ഇല്ല. കൈവെട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനത്തെ ചെറുതൊക്കെ ഉണ്ടാവില്ലേ മുറ്റൊക്കെ? എങ്ങനത്തെ ഉണ്ട്? പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം. ഞമ്മക്ക് ഇനി വാങ്ങി വെച്ചിട്ട് എന്താ കാര്യം? അതിന്റെ ആവശ്യത്തിന് എടുക്കാറ് മുറിച്ചൂടെ? ആ പറ്റൂലേ? പറ്റൊക്കെ ചെയ്യും. നോക്കി കേട്ടോ, കജ്ജിനൊന്നും പെട്ടല്ലേ, പണി ഉണ്ടാക്കല കേട്ടോ. ഏതാ മരമ്മ? നമ്മളവിടെ പണ്ട് കൊറേ ഇരുളിന്റെ മരങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ ഉമ്മ വെട്ടി വിറ്റു. അതെ, സാമ്പത്തികം എന്നൊക്കെ പറഞ്ഞാണ്ട് വെട്ടി വിറ്റു. ഇരുള് പറഞ്ഞ മറ്റേ ഒരു കായില്ലല്ലേ, ഇരുളും കായ് അതല്ലേ? കായ് നമ്മളിങ്ങനെ പൊറുക്കി തിന്നു. ഒരു അടപ്പയ്ക്ക് ഇരുളും കായ കൊണ്ട് മരങ്ങളുണ്ടായിന് ഇഷ്ടം പോലെ ഉണ്ടായില്ലേ ഈ കൂടെയൊക്കെ. ആ അതാ ഗൈസ് ഈ കാണണേ, ഇത് ഈ സാധനം, ഈ മരം കേട്ടോ, ഇരുളും മരം. അതിന്റേതാണിത്. ഉറപ്പുണ്ടല്ലോ അല്ലേ? നല്ലോ ഇരുളോ? പേര പൊട്ടിക്കൊഴിഞ്ഞാടിയാലും ഗൈസ് ഇതവിടെ ഉണ്ടാവും. എന്താ ആ വെട്ടത്തിയോണ്ട് മുറിച്ചിട്ടാണ് മുറിയണില്ലല്ലോ. ഇനി വെട്ടത്തിക്ക് മുറിച്ചല്ലാത്തേണാവോ ഗൈസ്? ലാസ്റ്റ് പരിപാടി അതിമ കേറി ചവിട്ടി പൊടിച്ച മൊത്തം മുറിച്ചതിന് ടൈമാവും. കുഴപ്പമില്ല, ഉള്ളിലല്ലേ വരിക. അങ്ങനെ ഇരുട്ടായി ഗൈസ്. ടൈം ഏകദേശം ഒരു 4:30 ടൈം ആയിട്ടുള്ളൂ. ഇരുട്ടായി നോക്കിയാ മയക്കാറൊന്നും മൂടിയിട്ടില്ലല്ലോ. പിന്നെന്താണ് ആകാശക്കാക്കണ് വെളുത്തിക്കണമ്മ. പിന്നെന്താ ഇങ്ങനെ മഴതായിക്കണ്? ആകാശക്കാക്കണ് വെളുത്തിക്കണ്, പിന്നെന്താ ഇവിടെ ആകെ ഇരുട്ടായി കുത്തിരിക്കണ്? മയക്കാറെവിടെ? മയക്കാറൊന്നും കാണാല്ലേ? ഓ സൂര്യൻ വരുന്ന ഭാഗത്തുനിന്നല്ലേ? ആ നേരെ 4:30 ആയിട്ടുള്ളൂ. 4:30 ഇമാതിരി ഇരുട്ട്. 6 മണിന്റെ ഇരുട്ടായി ഗൈസ്. നമുക്ക് ഇനി അവിടെ അതടിച്ചു നോക്കട്ടെ. വളവൊക്കെ ചെറുതായിട്ട് ചെക്കൻ ക്ലിയർ ആക്കിയിരിക്കണ്. അവിടെ അടിച്ചോളാ. ചെറിയ കൈത്താങ് വേണമെന്ന് കഴിച്ചൊന്നും കൊടുത്ത ഇനി വെച്ചോക്ക്. നമ്മളെ അവസാനത്തെ അറ്റംപ്റ്റ് അത് കൊളത്തി നോക്ക്. തിന്നോ? ഒറ്റ മിനിറ്റ് ഗൈസ്, നിങ്ങക്ക് കാട്ടിത്തരാം. അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ സെറ്റാണ്. ചെറിയൊരു അതൊന്നും കുഴപ്പമില്ല. പോകി ഇപ്പൊ സെറ്റ് അല്ലേ? ചെറിയ പേപ്പർ എന്തെങ്കിലും വെച്ചാൽ മതി. അതൊക്കെ കൊളത്തിക്കണം. അതൊക്കെ നമുക്ക് അവിടെ താഴെ തന്നെ വെക്കാലോ. അതിനെന്താ ഇപ്പം അത് നോക്കട്ടെ. ടീ ഒന്ന് മെല്ലെ പൊടിച്ചെടുത്തേ. നിലത്തേക്ക് ഇടാൻ മതി കേട്ടോ. പോര് ഗൈസ്, നമ്മളെ ടി വി അത് കുഴപ്പമില്ല. അതിന് ടി വി ഇടുമ്പോ നമുക്ക് കറക്റ്റ് അറിയാം.
ബാക്കില് മഴച്ചാട്ടില് ഒരുപാട് എന്തെങ്കിലും മറക്കണം. ആദ്യം നമുക്ക് അവിടെ തുണി വെക്കാം. അവിടെ കട്ടടുമ്പോ കട്ടടമാനില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഗൈസ് വല്യമ്മ പറയുന്നത് മഴ പെയ്യുമ്പോ അവിടെ നിന്ന് ചീറ്റാല അടിച്ചാക്കാൻ വേണ്ടിട്ട് മമ്മ അവിടെ കട്ടടാന്നാ പറഞ്ഞേ. ബാക്ക് ഭാഗത്തിട്ടോ, അതായത് ആ ജനലിന്റെ ബാക്ക് ഭാഗത്ത്. അങ്ങനല്ലേ? നനയില്ലല്ലേ? സ്റ്റെബിലൈസർ വെക്കാൻ വേണ്ടിട്ട്, സ്റ്റെബിലൈസറും സെറ്റ് ബോക്സിന്റെ ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട്. അത് നല്ലൊരു മുന്നേറ്റാണ്. അത് സ്റ്റെബിലൈസറുടെ അത് വേണം, പിന്നെ സെറ്റ് ബോക്സിന്റെ അതും വേണം, ഇതും വേണം. അത് ഇതാണ് നമ്മളെ എന്താണ് ഈ സാധനത്തിന്റെ പേരെന്താ പറയാ? വലിപ്പം കൂട്ടാനുള്ള സാധനം. പണ്ടത്തെ ബൈക്കിന്റെ സ്ക്രൂ ഒക്കെ. ഗൈസ് പിന്നെ നിങ്ങളോട് പറയാൻ മറന്നു, നമ്മള് പുതിയ ഹെൽമെറ്റ് വാങ്ങിട്ടോ. ഹെൽമെറ്റ് മാത്രമേ ആ ഹെൽമെറ്റ് മാത്രല്ലേ വാങ്ങിട്ട് അല്ലേ? ആ വണ്ടി ആദ്യം എടുത്തല്ലേ? ആ വണ്ടി വാങ്ങി. വണ്ടി ഇന്നലെ ഒന്ന് വാങ്ങിയില്ലേ? ഇന്നലെ ഞങ്ങള് രാത്രി പോയാണ് ഞങ്ങൾ ഇന്നലെ ഹെൽമെറ്റും വാങ്ങി. അതല്ലേ ഹെൽമെറ്റ് എങ്ങനെയുണ്ട്? നല്ല ഹെൽമെറ്റ് അല്ലേ? പറ്റിയില്ലേ? ബാക്കിൽ ചെറിയൊരു പ്രേതം വഹിക്കണ്ട്. വേറെ സംഭവം ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മ ഹെൽമെറ്റ് ഇട്ടാണ് ഇവിടെ മുറ്റത്തേക്ക്. ആ ഇതാ ഇതിട്ടില്ലേ? അതെ നടക്കി വലിയ മടക്കി ഞാൻ കാട്ടിത്തരാം. നടക്കി എന്താണാവോ എന്നൊക്കെ നമുക്ക് കാട്ടിത്തരാം. ആദ്യം നടക്കി. വണ്ടിമൊന്നും കയറണ്ട. വണ്ടിമ കയറ്റണം എന്നുണ്ടെങ്കിൽ വണ്ടിമ കയറ്റാ. ഓൾറെഡി ഇപ്പൊ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കാണ്. എന്താ ആണെങ്കിലും കേട്ടോ. പിന്നെ അല്ല കാണുണ്ടോ മാമ? അതെന്താടാ? അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സാധനം ഉണ്ട്. എന്തോ പ്രേതോ? പ്രേതോ ഗായ്സ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. വല്യമ്മ ഇത് മറ്റേ ഞാൻ പറയുമ്പോ ഇഞ്ഞിമ്മ അങ്ങനെ നടന്നോ? അതാകുമ്പോ എന്താ അറിയോ, തലയിൽ വെയിലും തട്ടൂല. നല്ലൊരു മുന്നേറ്റാണത്. ആ അപ്പൊ ഓക്കെല്ലേ? സെറ്റാണല്ലേ കള്ളന്മാര്. ഇത് മറ്റേ ഇതുണ്ടല്ലോടാ, അതായത് സ്മോക്കൊക്കെ താവണം, പുക താവുമ്പോളേ ഇട്ടാണ്ട് ഇറങ്ങൂലേ? അതെ മമ്മ രാത്രി ഒന്ന് ഇതിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണോ. നാട്ടുകാര് ബ്ലാക്ക് മാൻ ആണ് തല്ലി ആട്ടും മമ്മാനെ. ഒരു കല ഇട്ടെടുക്ക സ്ഥിരാക്കണ്ട കേട്ടോ. ഇത് കൊറേ നേരമായല്ലോ. ഇത് മുറിയോ? തിന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ആ ഇനി കേറി നല്ല പൊട്ടിച്ചാ പോരെ? കുറച്ചുകൂടി ആ ഭാഗം കുറച്ചുകൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൻ കേറിക്കോളും. വെറുതെ എന്തിനാ ഇന്റെ മേല് നാസാക്കണേ? ഏത് കട്ടി കട്ടി കൊള്ളൂല, ചെറുത് മതി. എവിടെ വെക്കാനാ പ്ലാൻ ചെയ്യണേ? അവിടെ വെക്കണേ. ഇങ്ങനെ അടിച്ചു വെക്കല്ലേ പറയുമ്പോ? അതെ അഡ്ജസ്റ്റ്മെന്റ് സെറ്റപ്പ്. ആണിണ്ടോ? അങ്ങനെ പറ്റുമോ? ഇവിടെ ഇതും മാത്രം വെച്ചാ പോലെ. ആ അത് രണ്ടും മാത്രമല്ല അവിടെ വെക്കാന്. ബാക്കില് മെയിൻ ആയിട്ട് ബാക്ക് ഭാഗം മറക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മഴച്ചാട്ടിൽ വരും ചിരില് വണ്ടി സോറി TV ആസാവും. പിന്നെ TV എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആ വെച്ചാ മതി. വെക്കണം പറഞ്ഞിട്ട് വെക്കണം. ആണടിച്ചഞ്ഞി അങ്ങനെ നമ്മള് സാധനം കട്ട് ചെയ്താണ്ട് അതിമാകണ ആണി അടിച്ചാണ്ട് അടിച്ചാ നിക്കാണ്. എടാ ആ മുകളില് സ്ഥലല്ലല്ലോ, വെച്ചടിച്ചാനും സ്ഥലല്ലല്ലോ. ഇതാണ് ഗൈസ്, ഒരു സാധനം വെക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണിത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ മമ്മ? ഈ പേരുണ്ടാക്കുന്ന കാലത്തൊന്നും TV പ്രശ്നമൊന്നും ഇല്ലല്ലോ. അന്ന് എന്ത് TV യില്ലേ മമ്മ? ഈ പേര വെച്ചന്ന് TV ഒക്കെ ഉണ്ടോ? അതായത് ഞാൻ റേഡിയോ ഉണ്ട്. TV ഒന്ന് ഇറങ്ങിക്കണോ? നമുക്കറിയില്ല, നമ്മളെ ഇവിടെ ഉണ്ട് റേഡിയോ. നമ്മളതല്ലോ മുന്നന്റെ കാക്കാൻ്റെ ആണിത്. മുന്നന്റെ കാക്ക ഗൾഫിൽ നിന്ന് പറഞ്ഞത് നമ്മളൊരു വീഡിയോക്ക് വേണ്ടി കൊണ്ടുവന്നാണ് അത് റീൽ എടുക്കാൻ വേണ്ടി. അത് ഞാൻ കാട്ടിത്തരാം. ഫസ്റ്റ് പണ്ട് ഇമ്മ ഗൾഫിൽ നിന്ന് വന്ന ടൈമില് ഇമ്മ എത്രയിലമ്മ കൊണ്ടുവന്ന?
ഓർമ്മല്ലേ? 2000 എനിക്ക് തോന്നുന്നു 2005 2006 ആറിലൊക്കെ പോയിക്കണേ. ആ എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2007 2008 ആ ടൈമിലൊക്കെയാണ്. സാധനം ഞാൻ കാട്ടിത്തരാം, ഇമ്മമ്മ കാട്ടിത്തരത്. എവിടെ ഗൈസ്, ഇതാണ് ആ TV, ഫസ്റ്റത്തെ TV. നമ്മള് ഈ പേരിൽ ആദ്യമായിട്ട് വാങ്ങിയ TV. അതും വാങ്ങിയതാണ്. ഇങ്ങനെ അതിന്റെ കഥ ഒന്ന് പറഞ്ഞെടുത്തമ്മ. ഇവിടെ വരി, ഇങ്ങോട്ട് വരി. ആണോ? ഇത് അതെങ്ങനെയാണ് സംഭവം? എങ്ങനെയാണ്? ഗൾഫിൽ നിന്ന് നടന്നോ? അല്ല, അതെങ്ങനെ പറഞ്ഞോണ്ടാ അത് പറ. നമ്മളിവിടെ ഒന്നുമില്ലാത്ത ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നാണ്. അതെ, അത് പറയാനാണ് ഉമ്മാക്ക് മടി അടിച്ച് കുത്തിരിക്ക. നമ്മക്ക് ഇതൊന്നും വിചാരിച്ച അതിനെന്താ, നമ്മക്ക് തന്നതല്ലേ. ഉമ്മാക്ക് മടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാന്. നമുക്ക് എത്ര ആൾക്കാർ സാധനം തരുന്നുണ്ട്, അതിനൊക്കെ ഉമ്മ മടിച്ചിരിക്കാൻ പറ്റുമോ? അതെ, ഉമ്മമാക്ക് മടിയില്ലല്ലോ. ഉമ്മമാക്ക് മടിയില്ല. അന്ന് ഓളെ നിന്നോടത്തുനിന്ന് കൊടുത്തു, അവള് കൊടുത്തു. ഉമ്മ അന്ന് അവിടെ ഗൾഫിൽ നിന്ന ടൈമില് പോലെ പുതിയ മാരിക്കാണ് ഇവിടെ കൈകാര്യം. മാറ്റിക്കൊണ്ടാണോ? അല്ല എന്റെ കാട്ടിക്കൂട്ടല അല്ല, ആ എന്നെ ഉമ്മാരെ കാട്ടിക്കൂട്ടൽ അങ്ങനെയാണ്. അമ്മ പറഞ്ഞു, ഇമ്മ അവിടെ ചെറുപ്പത്ത് ഗൾഫിൽ അവിടെ നിക്കാൻ പോയോടുത്തുനിന്ന് അവിടുന്ന് ഓല് കൊടുത്ത TV ആണത്. അന്ന് 2007 2008 ആ ടൈമിൽ ഓല് കൊടുത്ത TV ആണത്. ഫസ്റ്റ് TV. സത്യം അല്ലേ? പിന്നെ എത്ര കാലം ഓടി? എനിക്ക് തോന്നുന്നു 2022 വരെ ഓടിക്കണെന്ന് അല്ലേ? സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് ഇതിലിട്ടൊക്കെ പണ്ട് കൊണ്ടുവന്നല്ലേ. എന്തായി വല്ലതും നടക്കോ? ഇപ്പൊ ഇവിടെ നല്ല അടിയിലാണ് കേട്ടോ ഗൈസ്. ആ, അത് ചുമരും മേടിച്ചു വെക്കണേ. അത് ഇങ്ങോട്ട് പൊളിഞ്ഞാണോ നോക്കിക്കൊക്കെ ചങ്ങി. ആ ഓട് തലയിൽ കൂടെ വെക്കണ നോക്കോ. അത് ഇതിന്റെ സെറ്റ് ബോക്സ് ഉറക്കുത്തനല്ലത് ഗൈസ്. നിങ്ങൾ ഈ വെള്ള കാണുന്ന എന്താന്ന് അറിയാത്തവർക്ക് കാണുന്നുണ്ടെങ്കിൽ വേട്ടാവളയും കുത്തിയതാണ്. വേട്ടാളൻ എന്താ അറിയാത്തവർക്ക്. എന്നാലും വേട്ടാളിന് എന്താ വേറെ എന്തേലും പറയോ? നമ്മൾ ഈ കടുന്നല് അതല്ലേ, കടുന്നല് വായിക്കുള്ള സാധനമാണോ? ഒരു കറുത്തിട്ട് ഒരു ജന്തു അല്ലേ, പാറി കിടക്കണേ. കുത്തത് ആൾക്കാരെ കുത്തു കാട്ടിയ കുത്തും. എനിക്കറിയില്ല. അതും അതേപോലെ ഇതാക്കണേ. ഇതും അതിന്റെ തന്നെ അല്ലേ ഗൈസ്? ഇതാ, ഇതും അതിന്റെ കൂടാണ് കേട്ടോ. തോണ്ടട്ടെ ഇനി അത് വന്നിട്ട് കുത്താൻ വേണ്ടിട്ട് കത്തിയോട് തോണ്ടിനാക്കണ വലിയ അവിടെ നിന്നോട്ടെ. അത് നമ്മളെ ഐറ്റാക്ക് പേരല്ലല്ലോ, നമ്മളെ പേരാണ് പോലെ. അതന്നെ, അത് പാർത്തോട്ടെ. അപ്പൊ നമ്മള് ശല്യം ചെയ്യണ്ട. അത് കൂട്ടുണ്ടാക്കണ എന്തിനാ പൊളിച്ചണ്? ഐറ്റും ജീവിച്ചോട്ടെ. അതിനെ പറഞ്ഞേ, നമ്മളെ പേരിൽ ഓളി നിന്നോട്ടെ അല്ലേ? എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്. പല്ലിണ്ട്, എട്ടുകാലുണ്ട്, കൊതുകുണ്ട്, എല്ലാരും ഉണ്ട് അല്ലേ? നമ്മള് കാണാത്ത പല ആൾക്കാരും. ആണോ? പെരിച്ചായില്ലേ? അതിനെ നമുക്ക് പിടിച്ചു തിന്നാലോ? ഇവിടെ കാഴ്ചകളായിട്ട് കുത്തിരിക്കുന്നുണ്ട് 2 എണ്ണം. എന്നിട്ട് കമന്ററി പറയുന്നുണ്ട് കാഴ്ചകളൊക്കെ കുത്തിരുന്നുണ്ട്. ചെക്കനവിടെ പാവ ഒറ്റക്ക് പണിയെടുക്കുന്നുണ്ട്. ഇവര് 2 ആൾ കൂടെ നോക്കി കമന്ററി അറിയാം. ഒന്നുമില്ല, ഓനെ സപ്പോർട്ട് ചെയ്ത് ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കി കേറാനൊക്കെ പറയുന്നുണ്ട്. നമ്മളെ TV വെച്ച പുറം ഭാഗത്ത് എങ്ങനെയാന്ന് കാണേണ്ടിയവർക്ക് ഇതാക്കണേ. ഒന്ന് മാറ്റി തന്നെ, ഒന്ന് മാറ്റിക്കാണി നോട്ടെ. ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ ഗൈസ്? നമ്മളെ TVന്റെ ബാക്ക് സൈഡ് വെച്ചിക്കണ ഇങ്ങനെയല്ലേ? ഇനി ഇവിടെ ഇത് വെക്കണേ. ഈ സാധനം ഇങ്ങനത്തെ പോലത്തെ ഒരു കട്ടിലെ സാധനം വെച്ച് കഴിഞ്ഞാൽ ഉള്ളിക്ക് ഷീറ്റെല്ലാം അടിച്ചുലാക്കിയല്ലേ? നീ ഇതിന്റെ മുകളിൽ ഷീറ്റും പുറത്ത് വെക്കുന്നുണ്ടോ? വെറുതെ ഇത് നനഞ്ഞാണ്ട് താവൊന്നുമില്ലല്ലോ, മതിയല്ലേ? അങ്ങനെ കുളത്തെ കണ്ടാണ് ഗൈസ് ഉദ്ദേശിക്കണത്. ഇതേപോലെ ചെയ്യാന് ഓക്കെ ആണോ? മതിയല്ലേ? ഓക്കെ ഗൈസ്, ഇവിടെയും സെറ്റായി. ഷീറ്റെല്ലാം അടിച്ചില്ലാന്ന് കരുതുന്നുണ്ട്. ഇല്ലല്ലോ, ഉറപ്പല്ലേ? TV ഓണാക്കാൻ പോവാണ്. അതെ, ആ ഒരു വൃത്തിമേനൊക്കെ ഉണ്ടല്ലേ അവൾ ആ ഭാഗം അടഞ്ഞപ്പോ. കറക്റ്റായിട്ട് ആ TV ഒന്നും പാടെ തുടക്കി. ആ TV ഒന്നും പാടെ ഒരു തുണി എടുത്താണി, ഒരു ചെറിയൊരു തുണി എടുത്താ മതി. മാമാ എന്താ അവസ്ഥ ഇപ്പൊ കണ്ടിട്ട്? എന്താ അവസ്ഥ? TV ഇവിടെ വെച്ചാല് ഇതുമായി വെച്ചാൽ നമുക്ക് ഇരിക്കാനും തിന്നാനും വെക്കൂലല്ലേ? ഇവിടൊക്കെ ഇവിടെ വെച്ച് TV വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിൽക്കൊണ്ടിരിക്കുമ്പോ വാഴക്കൊക്കെ വരൂലേ? അതാകുമ്പോയിട്ട് സൗകര്യമായി. എല്ലാം കൂടി സൗകര്യല്ലേ? TV ഇടാൻ പോവാ. മോൾ ബിസ്മില്ലി
മമ്മ ഓണായിക്കളി ഒറ്റ ഓണാക്കി ഓണാക്കാൻ പോവാൻ എന്നാ അവിടെ സ്വിച്ചൊക്കെ അവിടെ ഉണ്ട് അയ്യവാ മാമ എന്താ അവസ്ഥ തെളിഞ്ഞ് കാണുന്നുണ്ടല്ലേ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി വരട്ടെ ഓണായി വരട്ടെ നമ്മൾ ഇവിടെ ഉണ്ടായിന് പടി നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചാണ് ഇനിയിപ്പോ ഇക്കടെ സുഖമായിട്ട് നടക്കും ചെയ്യാലോ അടിച്ചു വരാനൊക്കെ എന്നാ റിമോട്ട് ഞാൻ ഒന്നും തട്ടി മാറ്റൂലല്ലോ ചായ ഒന്നും കൊടുക്കൂലല്ലോ. ചിന്തൂരല്ലോ ഒന്നും നമുക്ക് വെള്ളം ചിന്തൂരല്ലോ. ഇനി തുടക്കാൻ മതി വെള്ളം കൂടി തുടക്കാൻ മതി കേട്ടാ. അത് കൊണ്ടാ ഒരു വൃത്തി ഉണ്ടല്ലേ കാണാടാ വൃത്തിയുണ്ട്. അല്ലേ മാമ ഇതിന്റെ റിമോട്ട് ഏതാ? ടിവിന്റെ റിമോട്ട് അത് ടിവിന്റെ അതുകൊണ്ട് ഇനി കാര്യമില്ലടാ അത് ഓണാക്കി യൂട്യൂബിന് അത് ഗൈസ് ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യ് ഗൈസ്. എങ്ങനെയുണ്ട് guys? രസമുണ്ടോ? നമ്മളെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മാക്സിമം നോക്കിക്കണ്. നിങ്ങളൊന്ന് കമന്റ് കൂടി ഒന്ന് പറഞ്ഞാൽ മതി. തല്ല അതെ വൈരാഗ്യം നോക്ക് കൊതുക് ഇത്രയും വലിയൊരു കൊതുക്. ഇപ്പൊ പറഞ്ഞോളി ഗൈസ് നമ്മളെ ചാനൽ ഇതിലെടുത്തോണ്ടിരിക്കാണ്. നമ്മള് പുതിയ ഇട്ടിട്ട വീഡിയോ ടൈം എത്രയായി? ടൈം ഏകദേശം 1 മണിക്കൂറായില്ലേ? ഒരു മണിക്കൂർ. മമ്മ ഇനി വലിയ സ്ക്രീനിൽ നമുക്ക് നമ്മളെ വീഡിയോസ് ഉത്തരുന്നാണ് കാണാം അല്ലേ. നമ്മളെ വീഡിയോ ആണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കാണണ്ടോ മമ്മ അല്ലേ? ഗൈസ് എല്ലാരും ഞങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പോയിട്ട് കാണും. ഞങ്ങളിപ്പോ ഒരു വീഡിയോ ഇട്ടിക്കണേ, നമ്മള് ബൈക്ക് വാങ്ങിയ വീഡിയോ. നിങ്ങളും പോയിട്ട് കാണില്ലേ അമ്മ? എല്ലാരും കാണാൻ പറയും. പറ്റിട്ടുള്ളൂ കാണി. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത്ര വലിയൊരു എന്താ പറയാ വലുതായിട്ട് ഇങ്ങനെ കാണുന്നത് നമ്മളെ വീഡിയോ അല്ലേ. ഇപ്പൊ എല്ലാരോടും കാണാമോ? എല്ലാരും കാണി ഇവിടെ ഇതാണ് ആൾക്കാർ കാണി ഞങ്ങളെ വീഡിയോ. എല്ലാവരും അസ്സലാമു അലൈക്കും പറഞ്ഞു വിട്ടോളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.